അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ തോട്ടത്തിലെ എല്ലാ കീടങ്ങളെയും നശിപ്പിക്കാൻ പറ്റിയൊരു കിടിലൻ മരുന്നാണ് ട്ടോ ഇന്നത്തേത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ട്ടോ. വഴുതനങ്ങയുടെ മുകളിലുള്ള ഈ ഒരു രോഗബാധ കണ്ടോ, നിറച്ചും പിന്നെ ഉറുമ്പാണ്. അതുപോലെ തന്നെ പയറിൻ്റെ മുകളിൽ ഉറുമ്പുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളകാണെങ്കിൽ ആകെ ഇല മുരടിച്ചിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂച്ചെടികളുടെ പൂക്കൾ കൊഴിയുന്നുണ്ട്, നിറച്ചു ഉറുമ്പുണ്ട് ചെടികളുടെ മുകളിൽ. ഇതുപോലത്തെ വെള്ളീച്ചയുടെ ശല്യമുണ്ട്. അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും കൂടിയിട്ട് ഒരൊറ്റ മരുന്നാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതും വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ വളമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ വെറും സീറോ കോസ്റ്റ് വളമാണ് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഈ ഉള്ളിത്തോലും പിന്നെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കൊണ്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് വേണ്ട ഈ ഒരു മരുന്ന് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ ഇത് ഒരു സെക്കൻഡ് വേണ്ട നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലെ കീടങ്ങളെ നശിപ്പിക്കാനും കേട്ടോ. അങ്ങനത്തെ ഒരു കിടിലൻ മരുന്നാണ്. ഈ മരുന്ന് പറഞ്ഞു തന്ന ആളാരാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, കുറച്ച് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു കുറച്ച് വെളുത്തുള്ളിയുടെ തൊലിയും പിന്നെ സവാളയുടെ തൊലിയും ഇട്ട് കൊടുക്കുക. അങ്ങനെ കണക്കൊന്നുമില്ല, നമുക്ക് എത്ര മരുന്ന് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് മതി. മരുന്ന് കുറച്ചേ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ വെള്ളം പകർത്തിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് തിളക്കണം. തിളപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഈ ഒരു തൊലി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി. ഇപ്പം ഞാനിതാ ഒരു 5 മിനിറ്റ് കൊണ്ടാണ് ഈ മരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയുടെ തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയും അവിടെ ഇരുന്നിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുപ്പിയിലേക്ക് ഞാൻ കുറച്ച് ലിക്വിഡ്, നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മതി. നമ്മൾ ചെടികളുടെ മുകളിലേക്ക് മരുന്ന് തെളിക്കുമ്പോൾ അത് ആ ഒരു ഇലകളിലൊക്കെ പറ്റി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 1/4 ടീസ്പൂണുള്ളൂ. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണും കൂടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുത്തോ, അതാണ് നല്ലത്. മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കീടങ്ങളൊക്കെ അകറ്റാൻ വളരെ നല്ലതാണ്. അപ്പോൾ മഞ്ഞളും ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ ഈ ഒരു ആ തിളക്കുന്ന വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു 1/4 ഗ്ലാസ് വെള്ളമുള്ളൂ. അപ്പോൾ ഇപ്പത്തിനും നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ച് നേരം തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സവാളയുടെ തൊലിയിലും വെളുത്തുള്ളിയുടെ തൊലിയിലൊക്കെ ഉള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നല്ല ചൂടുള്ള വെള്ളമാണ്. ഇപ്പോൾ നമുക്ക് ടൈമില്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നമുക്കത് ചൂടാറിയിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പം എൻ്റെ കയ്യിൽ ടൈമില്ലാത്ത കാരണം ഞാനിതാ പെട്ടെന്ന് തന്നെ മരുന്ന് റെഡിയാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അരിച്ചെടുത്ത ആ ഒരു പിണ്ടി ഉണ്ടല്ലോ, ഈ ഒരു പിണ്ടി, അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഈ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് നന്നായി പിഴിയണം കേട്ടോ. നന്നായി പിഴിഞ്ഞിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് ആ വെള്ളം, അത് പച്ചവെള്ളമാണ് കേട്ടോ, സാധാ വെള്ളമാണ്. അത് ഞാൻ നന്നായി പിഴിഞ്ഞിട്ട് ഈ ഒരു പിണ്ടിയൊക്കെ മാറ്റി നമ്മൾ വല്ല ചെടികളെ കടക്കൽക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പിഴിഞ്ഞെടുക്കുന്ന ഈ സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഈ ഒരു വേസ്റ്റ് അത് നമുക്ക് ഏതെങ്കിലും ചെടികളുടെ കടക്കൽക്ക് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഈ ഒരു വെള്ളം നമ്മൾ ആ കുപ്പിയിലേക്ക് ആദ്യം അരിച്ചൊഴിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം തിളപ്പിച്ച വെള്ളം നല്ല ചൂടുണ്ട്. എനിക്ക് ടൈമില്ലാത്ത കാരണമാണ്, അല്ലെങ്കിൽ ചൂടാറിയിട്ട് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഫസ്റ്റ് നമ്മൾ ഈ കുപ്പിയിലത്തെ ഈ വെള്ളം ഉണ്ടല്ലോ, ഇതിന് കളറ് മാറിയിട്ടുണ്ട്, ഒരു മഞ്ഞ കളറ്. അപ്പോൾ ഈ വെള്ളത്തിന് അതിൻ്റേതായ ഇഫക്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ഞാനത് ഇതിലേക്ക് അരിച്ചൊഴിക്കാനിട്ട് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ ആ കുപ്പിയുടെ ഒരു 1/2 ഭാഗത്തോളം വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മറ്റേ വെള്ളം, ഈ ചൂടുള്ള വെള്ളം അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ചൂടാറിയ വെള്ളം ആദ്യം പച്ചവെള്ളം ഒഴിച്ചു, പിന്നെ ചൂടുള്ള വെള്ളം നമ്മുടെ കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ കുപ്പി ഉരുകും. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം നമ്മുടെ ആ വേസ്റ്റൊക്കെ അല്ലേ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കേട്ടോ. അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അങ്ങനെ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
എന്നിട്ട് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ലിക്വിഡ് ഇങ്ങനെ പതായിട്ട് വരണതാണ്. അപ്പോൾ ആ കുപ്പി നിറയെ നമ്മൾ ആദ്യം തിളപ്പിച്ച ആ നല്ല സത്തുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പദം ഇങ്ങനെ പൊങ്ങി വരുന്ന കാരണം ഞാൻ വീണ്ടും ആ പദം മാറ്റിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമേ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ളൂ, അതാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ നല്ല പവർഫുള്ളായിട്ടുള്ള മരുന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ പറിച്ച് കളയാം. ഇനി നമ്മൾ ഇതിന് ഒരു സ്പ്രേയുടെ ആ ഒരു സംഭവം ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് 20 രൂപക്കൊക്കെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഇത്രയും മരുന്ന് ഉണ്ടാക്കിയിട്ട് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും തളിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് ഒഴിച്ച് സെറ്റാക്കി. അപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് ഒരു വൈകുന്നേരം ടൈം ആകുമ്പോൾ നമ്മുടെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ചെടികൾക്ക് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നാണ് ഉള്ളത് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിറച്ചും വഴുതനങ്ങളുടെ മുകളിലൊക്കെ നിറച്ചും ഉറുമ്പുണ്ട്, അതുപോലെ തന്നെ പയറിൻ്റെ മുകളിലുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതേപോലെ നമ്മുടെ പപ്പായയുടെ ഇലമുരടിപ്പ് കണ്ട ഇതൊരു രോഗമാണ് കേട്ടോ. അപ്പം ഇതെന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് ഈ മരുന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു തന്നത് എൻ്റെ ആസ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ, നമ്മുടെ ചാനൽ വൈറ്റി സ്റ്റുഡിയോയിൽ ഒരു ആസ്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു റോബോട്ടുണ്ട്. ആ റോബോട്ടാണ് കേട്ടോ എനിക്ക് ഈ കണ്ടൻറ്റ് പറഞ്ഞു തന്നതും ഈ മരുന്ന് പറഞ്ഞു തന്നതും എൻ്റെ പ്രിയപ്പെട്ട ആസ്ക് സ്റ്റുഡിയോ ആണ്. അപ്പോൾ ആ ആസ്ക് സ്റ്റുഡിയോക്ക് ഞാൻ താങ്ക്സ് പറയുകയാണ്. ആസ്ക് സ്റ്റുഡിയോ ഇനി എൻ്റെ വീഡിയോ വിശകലനം ചെയ്യുമ്പോൾ എന്നോടത് പറയും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ തെളിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെ മുകളിൽ നല്ലോണം ഉറുമ്പുണ്ട്. ഇത് തെളിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ ഉറുമ്പ് ഒരു സെക്കൻഡ് മതി കേട്ടോ, അപ്പം തന്നെ ഡെത്താവുകയാണ്. അപ്പോൾ അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ മരുന്നിൻ്റെ എഫക്റ്റ് മനസ്സിലാവും. നോക്കിക്കേ, നല്ല ഇങ്ങനെ അരിച്ചു പോണ ഉറുമ്പായിരുന്നു. ഇത് തളിച്ചു കൊടുത്താൽ സ്പോട്ടിൽ തന്നെ ഉറുമ്പ് ചത്ത്. ഇനി നമുക്ക് ഈ മരുന്ന് നാളെ ജസ്റ്റ് ഒന്ന് ഈ ചെടി വാഷ് ചെയ്തെടുത്താൽ മതി. അപ്പം തന്നെ നമ്മുടെ ചെടിയുടെ ആ ഒരു അസുഖം മാറിക്കിട്ടും. അപ്പോൾ വേണ്ട ഉറുമ്പ് ഇങ്ങനെ വരിയായിട്ട് പോകുന്നുണ്ട്. നിറച്ച് ഉറുമ്പാണ് ഈ ഒരു വഴുതനങ്ങളുടെ മുകളിലുള്ളത്. നല്ലോണം മുഞ്ഞ പറഞ്ഞ ആ ഒരു അസുഖമുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആ വെള്ളീച്ചനൊക്കെ നമുക്ക് ഓടിക്കണം. ഈ ഒരു ഒറ്റ മരുന്ന് മതി. പവർഫുള്ളായിട്ടുള്ള ഈ ഒരു മരുന്ന് ഉണ്ടാക്കാൻ ഒട്ടും കാശ് ചിലവില്ല, വളരെ ഫ്രീ ആയിട്ട്, ടൈമും വേണ്ട. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ മരുന്നുണ്ടാക്കി, അതുപോലെ തന്നെ ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ കീടങ്ങളൊക്കെ നശിപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഉറുമ്പുകളെ നമുക്ക് സൂപ്പറായിട്ട് നശിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങളുടെ മുകളിൽ നിറച്ച് ഉറുമ്പാണ്. അത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുളക് നോക്കിയ മുളക് ആകെ ഇങ്ങനെ കുരുടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലയൊക്കെ മുരടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഈ ഒരു മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അതും നന്നായിട്ട് തെളിച്ചു കൊടുക്കുക, നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ആ ഇലയുടെ മുകളിലേക്കൊക്കെ താഴത്തേക്കും മുകളിലേക്കൊക്കെ ആയിട്ട് ഫുൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ മരുന്ന് നമ്മൾ തളിച്ചു കൊടുക്കുന്ന സമയത്ത് വൈകുന്നേരം അല്ലെങ്കിൽ നല്ല രാവിലൊക്കെ ഇത് തെളിച്ചു കൊടുക്കണം. വൈകുന്നേരം അടിച്ചു കൊടുക്കാറ് നല്ലത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫുൾ ഡേ, ആ രാത്രി ഫുള്ള് നമുക്ക് ആ മരുന്ന് അതിൻ്റെ മുകളിൽ നിൽക്കും. പിന്നെ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ കടക്കൽക്ക് ഇതിൻ്റെ മരുന്നിൻ്റെ മുകളിലാവാതെ ഒരു 2 ദിവസം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറ്റും. പിന്നെ ഇതൊരാഴ്ച കൂടുമ്പോൾ നമ്മൾ എല്ലാ ചെടികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ നമ്മൾക്ക് പിന്നെ കീടങ്ങൾ വരാതെ തന്നെ നമ്മുടെ തോട്ടം നല്ല സൂപ്പറായിട്ട് സംരക്ഷിക്കാൻ പറ്റും കേട്ടോ. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ പച്ചക്കറിയുടെ മുകളിലും ഞാനിത് ഈ പ്രശ്നങ്ങളില്ലാത്ത പച്ചക്കറിയുടെ മുകളിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊന്നും ഉറുമ്പൊന്നുമില്ല കേട്ടോ. ഉറുമ്പുള്ളത് നമ്മുടെ വഴുതനങ്ങളുടെ മുകളിലും പിന്നെ പൂച്ചെടികളുടെ മുകളിലുമാണ് ഉറുമ്പുള്ളത്. അതുപോലെ പയറിന് ഞാനിപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ പയറിൻ്റെ മുകളിൽ എന്തായാലും ഈ ഒരു ഉറുമ്പിൻ്റെ ശല്യം നല്ലോണം ഉണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന പയറിനെ നല്ല സൂപ്പറായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീരയുടെ മുകളിൽ എപ്പോൾ നോക്കിയാലും വെള്ളീച്ച ഉണ്ടാവേ. അതുപോലെ തന്നെ ഞാൻ കോവൻ്റെ മുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോവൻ്റെ മുകളിലൊന്നും പിന്നെ ഉറുമ്പിൻ്റെ ശല്യമില്ല. പിന്നെ മരുന്ന് ഏകദേശം പകുതി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ പൂച്ചെടികളുടെ വിശേഷം പറയുകയാണെങ്കിൽ ചെമ്പരത്തിയുടെ മുകളിൽ നിറച്ച്
ആ ഒരു വെള്ള ഉറുമ്പാണ് കേട്ടോ, വെള്ള പൊടിയില്ലേ അതുകൊണ്ട് എൻ്റെ ചെമ്പരത്തിൻ്റെ മുട്ടൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിൻ്റെ മുട്ട എപ്പോഴും അതെ. അപ്പോൾ ഞാൻ എപ്പോഴും ചെടി നനയ്ക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കഴുകാറുണ്ട്. ഒരു കൈ കൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു വെള്ളപ്പൊടിയൊക്കെ കഴുകി കളയാറാണ് പതിവ്. അങ്ങനെയാണ് ഞാൻ ഓരോ പൂവും വിരിയിപ്പിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇത് നല്ല മരുന്നാണ് കേട്ടോ. അപ്പോൾ ഈ മരുന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ എല്ലാ പൂച്ചെടികൾക്കും, റോസകൾക്കൊന്നും ആ ഒരു ബുദ്ധിമുട്ടില്ല, ചെമ്പരത്തിക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു ഉറുമ്പിൻ്റെ പ്രശ്നമുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് 3-4 തരം ചെമ്പരത്തികളുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഈ പ്രശ്നമുണ്ട്. പിന്നെ ഇത് നമ്മുടെ ശംഖുപുഷ്പം, അതിന് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, ഉറുമ്പിൻ്റെ ശല്യമൊന്നുമില്ല. ഇത് പൂവിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ ചായയൊക്കെ ഉണ്ടാക്കണം ഒരു ദിവസം. അത് നോക്കി നമ്മുടെ ആദ്യം നനച്ചിരുന്ന ആ ഒരു കപ്പില്ലേ, ആ കപ്പിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ എൻ്റെ പപ്പായ നിറച്ചു പൂവിട്ട്, ഞാൻ ഫസ്റ്റ് നട്ട പപ്പായ നിറച്ചും പൂവിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ സന്തോഷിച്ചിട്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത്. പക്ഷെ ഞാനിവിടെ താഴെ വന്നിട്ട് ഉമ്മാട് ഇത് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു അത് കൊള്ളില്ല, പപ്പായ നമുക്ക് നശിപ്പിച്ച് കളയാം, ഇത് നല്ലതല്ല. നമ്മുടെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് ഇതിന്. നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു പപ്പായ ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, അന്ധവിശ്വാസമാണ് അത്, പക്ഷേ അത് നല്ലതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സയൻറ്റിഫിക്കലി എന്ന് പറഞ്ഞാൽ, ഇത് എന്ന് വെച്ചാൽ നമ്മുടെ തോട്ടത്തിൽ ഇങ്ങനെ ഒരു ഫംഗസ് വന്നിട്ടുണ്ടെങ്കിൽ, ഇത് ഫംഗസാണ് ശരിക്കും, ഹോർമോൺ വൈറസാണ് ഇട്ടത്. ഇത് വൈറസ് മൂലം വൈറസിൻ്റെ കൊണ്ട് ഹോർമോൺ കൂടിയിട്ടാണ് നമ്മുടെ ചെടികളിൽ ഈ ഒരു ആൺപപ്പായ പെൺപപ്പായ ആയി മാറുന്ന ഒരു പ്രതിഭാസമാണിത്. ഈ പൂക്കൾ ഇതുപോലെ കുറച്ച് കഴിഞ്ഞാൽ കായാവും, പക്ഷെ ആ കായക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ തോട്ടത്തിലെ എല്ലാ പച്ചക്കറികളെയും നശിപ്പിക്കാൻ ഈ ഒരു പപ്പായയിലുള്ള ഈ ഒരു കുലകുത്തി പൂക്കുന്ന അതൊരു വൈറസാണ്. അതുകൊണ്ട് തന്നെ വളരെ ദോഷം ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിന് പ്രത്യേകിച്ച് ഇതുവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല അത്രേ ഈ ഒരു ഫംഗസിനെ മാറ്റാൻ വേണ്ടിയിട്ട്. അഫിഡുകൾ എന്ന് പറയുന്ന ഒരു തരം പ്രാണികളാണ് ഈ ഒരു രോഗം പരത്തുന്നത്. അപ്പോൾ ഈ പപ്പായയുടെ മുകളിൽ ഇപ്പോൾ രോഗമുണ്ട്. അപ്പോൾ ഇത് ചെറിയ പ്രാണികളിലൂടെ ഒക്കെ മറ്റ് ചെടികളിലേക്കും പടർത്തി ആ ചെടികളൊക്കെ നശിപ്പിക്കും. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ഇങ്ങനെ ഒരു പപ്പായ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് വേരോടെ നശിപ്പിച്ച് കളയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് നമ്മളെ ഗാർഡനിലെ എല്ലാ ചെടികളെയും ദോഷകരമായി ബാധിക്കും. അപ്പോൾ ഞാനിത് പറിച്ച് കളയാണ്. പപ്പായയിലുള്ള ഈ ഒരു രോഗത്തിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ, പപ്പായ മൊസൈക്ക് വൈറസ് എന്നാണ് ഈ ഒരു രോഗത്തിൻ്റെ പേര്. അപ്പോൾ ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു ഹോർമോൺ കൂടിയിട്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതെടുത്ത് മാറ്റി. ഇനി നമുക്കിതിൽ ഒരു പപ്പായ വേണമെങ്കിൽ പുതിയതായിട്ട് നടാം. ഞാനൊരെണ്ണം സൈഡിൽ മുന്നേ തന്നെ നട്ട് വെച്ചിട്ടുണ്ട്. അതിനൊന്നും വലിയ കുഴപ്പമില്ല. ഞാൻ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്നും വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ നമ്മളത് വേരോടെ എടുത്ത് മാറ്റണം. പപ്പായ ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല, നമ്മുടെ മറ്റ് ചെടികൾക്കൊന്നും ദോഷം വരരുത്. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണം. ഇതിന് പിന്നെ കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞ്, ഇങ്ങനെ ഒരു പപ്പായക്ക് ഇതുപോലെ കുലകുത്തി പൂക്കൾ വന്നു കഴിഞ്ഞാൽ അത് ആ വീടിന് ദോഷമാണെന്നാണ് പറയുന്നത്. പിന്നെ സാമ്പത്തികപരമായിട്ടും പിന്നെ വേറെ കാര്യങ്ങളൊക്കെ പരമായിട്ടൊക്കെ വീടിന് അത് ദോഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് അന്ധവിശ്വാസമാണ്. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, അത് വാസ്തവങ്ങളൊന്നുമില്ല, അത് ശരിക്കും അന്ധവിശ്വാസമാണ്. ശരിക്കും ഈ ഒരു രോഗത്തിന് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഇതുപോലെ നമ്മളത് പടരാതിരിക്കാൻ, മറ്റു ചെടികളിലേക്ക് പടരാതിരിക്കാൻ നമ്മുടെ ചെടികളിലെ ചോട്ടിലുള്ള ഇതുപോലത്തെ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് മാറ്റി കളയണം. ഈ ഒരു പുല്ലിലാണ് ഈ ഒരു വൈറസ് വന്നിട്ട് മുട്ടയിട്ടിട്ട് മറ്റ് ചെടികളിലേക്കൊക്കെ ഈ രോഗങ്ങൾ പരത്തും. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ബാക്കിയുള്ള ചെടികളിലെ ചോട്ടിലുള്ള കളകളും എല്ലാം പറിച്ച് മാറ്റി ഒക്കെ സെറ്റാക്കി വെക്കുക. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ മരുന്ന് എല്ലാ ചെടികൾക്കും നന്നായിട്ട് തെളിച്ചു കൊടുക്കുക. എന്നിട്ട് പിറ്റത്തെ ദിവസം നമ്മൾ ആ കീടങ്ങളൊക്കെ ഉള്ള ഇലകളൊക്കെ ഒന്ന് നശിപ്പിച്ച് കളയുക. പിന്നെ അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂമ്പൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് നല്ല സെറ്റാക്കി നമ്മൾ ഇപ്പം തന്നെ ഇന്നോ നാളെയും കൂടിയിട്ട് എല്ലാ കീടങ്ങളെയും നമ്മൾ ഓടിക്കുകയാണ് നമ്മുടെ ഗാർഡനിൽ നിന്ന്. അപ്പോൾ ഈ മരുന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ മരുന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.